നമസ്കാരം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ സർക്കാരിന്റെ യു ടേൺ അടികളെ പറ്റി എം രാജേഷ് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ട്രോളുണ്ട്, ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തായാലും അത് വായിച്ചപ്പോൾ സതീശന്റെ സമയം വളരെ മോശം സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പിണറായി വിജയനെയും LDF സർക്കാരിനെയും ഒക്കെ താഴെയിറക്കാൻ വേണ്ടി പറഞ്ഞത് മുഴുവൻ തിരിച്ചടിക്കുകയാണ്. അന്ന് അടിച്ച നുണകൾ മുഴുവൻ ബൂമറാങ് പോലെ സതീശന്റെ തന്നെ അതായിരുന്നു. പുള്ളിക്ക് തന്നെ അത് വലിയ പണിയായി ഇങ്ങനെ തിരിഞ്ഞു കൊള്ളുമ്പോൾ കാണാൻ ഒരു ചേലൊക്കെ ഉണ്ട് അല്ലെ. എന്തായാലും നമുക്ക് എം രാജേഷിന്റെ ആ പോസ്റ്റ് ഒന്ന് നോക്കാം. ഒരു മാസം ഒരു ഡസൻ വിസ്മയങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വിസ്മയമാണല്ലോ പ്രധാനപ്പെട്ട ലൈന്, വിസ്മയാർന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ഇവർ എടുത്ത് അങ്ങ് എറിഞ്ഞ പ്രധാനപ്പെട്ട ഒരു വേർഡ്. എന്തായാലും അതുകൊണ്ട് തന്നെ ആ വേർഡ് കടമെടുത്തുകൊണ്ട് തന്നെയാണ് എം രാജേഷ് യു ടേൺ അടികളെ പറ്റി ഇതിൽ പറഞ്ഞു വെക്കുന്നത്. വീടിയായി, പിന്നെ പൂക്കിയായി, ഇപ്പോൾ ആരായി എന്ന് എം രാജേഷ് ചോദിക്കുകയാണ്. അപ്പോൾ അക്കമിട്ടിട്ട് അദ്ദേഹം ഓരോന്ന് പറയുകയാണ്. ഒന്ന്, വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന പ്രഖ്യാപനത്തിൽ യു ടേൺ ജൻസികളെ പറ്റിച്ചു. 2, PM ശ്രീയിൽ യു ടേൺ ജനങ്ങളെ വഞ്ചിച്ചു. 3, ആദ്യ ബഡ്ജറ്റിൽ തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന പ്രഖ്യാപനത്തിൽ യു ടേൺ പെൻഷൻകാരെ കബളിപ്പിച്ചു. 4, സർക്കാർ ജീവനക്കാർക്ക് ബഡ്ജറ്റിൽ വിസ്മയം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന പ്രഖ്യാപനം യു ടേൺ കൈയടിച്ച NGO അസോസിയേഷൻകാരെ വിഡ്ഢികളാക്കി. 5, കേരളം കടം കയറി മുടിഞ്ഞുവെന്നും കടം കുറയ്ക്കുമെന്നും അവകാശവാദം. യു ടേൺ കഴിഞ്ഞ ബഡ്ജറ്റിനേക്കാൾ 1000 കോടി കൂടുതൽ കടം ഈ ബഡ്ജറ്റിൽ. 6, 25,000 കോടി നികുതി കുടിശ്ശിക കിട്ടാനുണ്ടെന്നും അത് പിരിച്ച് ഖജനാവ് നിറയ്ക്കുമെന്നും പറഞ്ഞു. യു ടേൺ 2 ലക്ഷം വരെയുള്ള നികുതി കുടിശ്ശിക മുഴുവൻ ഒഴിവാക്കി കൊടുത്തു. വാക്കിന് വിലയില്ലെന്ന് തെളിയിച്ചു. 7, സ്വർണത്തിൽ നിന്ന് 15,000 കോടി രൂപ നികുതി പിരിക്കും. യു ടേൺ ബഡ്ജറ്റിൽ മിണ്ടാട്ടമില്ല, പഴയ തള്ള് മറന്നു. 8, IGSTയിൽ നിന്ന് 25,000 കോടി അധികം സമാഹരിക്കും. യു ടേൺ ബഡ്ജറ്റിൽ സമ്പൂർണ്ണ മൗനം. 9, പെട്രോളിയം അധിക നികുതി കുറയ്ക്കുമെന്ന് പറഞ്ഞു. യു ടേൺ ഇപ്പോൾ ചോദിക്കുമ്പോൾ കമ്പിളിപ്പുതപ്പ് 1190 കോടി സർക്കാരിന് ലാഭം, ജനങ്ങൾക്ക് ഭാരം. 10, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് കൂടുതലായി നൽകുമെന്ന് പറഞ്ഞു. യു ടേൺ ഈ ബഡ്ജറ്റിൽ 1534 കോടി കുറവ്. 11, സ്ത്രീകൾക്ക് ഏത് ബസ്സിലും എവിടേക്കും വിനോദയാത്രയ്ക്കോ തീർത്ഥാടന യാത്രയ്ക്കോ ഒക്കെ സൗജന്യമായി യഥേഷ്ടം സഞ്ചരിക്കാമെന്ന വാഗ്ദാനം. യു ടേൺ സൗജന്യം ഓർഡിനറിയിൽ മാത്രമാക്കി കണ്ണിൽ പൊടിയിട്ടു. 12, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയാൽ അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ നിലപാട്. യു ടേൺ മുഖ്യമന്ത്രിയായി ആദ്യ ബഡ്ജറ്റിൽ പകുതിയിലേറെ നികുതി കുറച്ച് മദ്യ കമ്പനിക്ക് കോടികളുടെ ലാഭം ഉറപ്പാക്കി. മദ്യത്തിലെന്ന പോലെ നിലപാടിലും വെള്ളം ചേർത്തു. ഒരു മാസം ഒരു ഡസൻ യു ടേൺ. മുഖ്യമന്ത്രിയാവും മുമ്പ് സതീശൻ നിലപാടുകളുടെ രാജകുമാരൻ. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വടശ്ശേരി ദാമോദര മേനോൻ സതീശനായി. ഈ മാസം കഴിഞ്ഞപ്പോൾ UT സതീശനുമായി. ഇനി മാസങ്ങൾ എത്ര ബാക്കി, വിസ്മയങ്ങൾ എത്ര കാണാനിരിക്കുന്നു എന്നാണ് എം രാജേഷ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ യു ടേൺ അടി വളരെ കാര്യഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുകയുള്ളൂ. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പറഞ്ഞതിനൊക്കെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. വാക്കാണല്ലോ പ്രധാനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വാക്ക് എന്ന് പറഞ്ഞാൽ എന്റെ പഴഞ്ചാക്ക് പോലെയാണ് എന്ന് കാണിച്ചു തരികയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും വാക്കും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. രണ്ടും രണ്ട് രീതിയിലാണ് എന്നുള്ളതാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിനെ സതീശൻ സർക്കാർ നേരിടുന്ന സമയത്ത്, ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള ഗീർവാണമടിയാണ് സതീശൻ നടത്തിയിരുന്നത്. ഇപ്പോൾ സതീശനോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഒക്കെ വിമർശനം ഉന്നയിച്ചാൽ, ആരെങ്കിലും ഒക്കെ ചോദ്യം ചോദിച്ചാൽ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി ഇപ്പോൾ മൗനിയാണ്. മാത്രവുമല്ല, പൂക്കി മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട ആകെ പറയാനുള്ള കാര്യം ദാരിദ്ര്യ കണക്ക് മാത്രമാണ്. അതായത് ഈ നാട്ടിൽ മുഴുവൻ പ്രശ്നമാണ്, ഇവിടെ മുഴുവൻ കടമാണ് എന്നൊക്കെയാണ് ഇതിൽ നിന്ന് തടി തപ്പാൻ സതീശൻ പറയുന്നത്. സതീശന്റെ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു പോകും, ഇതിനു മുമ്പ് ഇവിടെ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടില്ലേ, ഒരു സർക്കാർ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ തോന്നിപ്പോകും. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ പല പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ചാണ് ഈ നാട്ടിൽ നല്ല രീതിയിലുള്ള വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയതെങ്കിൽ നോക്കൂ, ഇവിടെ സതീശൻ സർക്കാർ സത്യത്തിൽ മോദി സർക്കാരിന്റെ ഒരു കളിപ്പാവയായി മാറുന്ന കാഴ്ചയാണ് പൊതുവെ കാണാൻ കഴിയുന്നത്. സത്യത്തിൽ സതീശനെ കൊണ്ട് ആർക്കാണ് ഗുണമുള്ളത്, ഈ സർക്കാരിനെ കൊണ്ട് ആർക്കാണ് ഗുണമുള്ളത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ കഴിയും, ജനങ്ങൾക്ക് ഗുണമില്ലെങ്കിലും BJPക്ക് നല്ല ഗുണമാണെന്ന്.
BJP ഈ കേരളത്തെ ഏത് രീതിയിലാണോ കൈപ്പിടിയിലാക്കാൻ ശ്രമം നടത്തിയത് ആ രീതിയിൽ ഇപ്പോൾ സതീശനെ ഉപയോഗിച്ച് കൈപ്പിടിയിലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. PM ശ്രീ വിഷയം തന്നെ നമുക്ക് എടുത്തു നോക്കാമല്ലോ. PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ സർക്കാർ കത്തയക്കുന്നുണ്ട്. ആ കത്ത് നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ സർക്കാരിന്റെ ആ PM ശ്രീയോടുള്ള നിലപാട് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ PM ശ്രീ നടപ്പിലാക്കുകയാണ് UDF സർക്കാർ എന്നുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞ ടേമില് സംഘപരിവാറിനെതിരെ മോദി സർക്കാരിനെതിരെ ഈ സർക്കാർ പയറ്റിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ സർക്കാർ ഇവിടെ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പലതും VD സതീശനിലൂടെ നടപ്പിലാക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നരേന്ദ്രമോദിയെ കണ്ടും അമിത്ഷായെയും കണ്ടും ഒക്കെ വന്ന ശേഷം നല്ല മാറ്റം VD സതീശനുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരക്ഷരം പോലും കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും മിണ്ടി നമ്മൾ കേട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 3 BJP MLA-മാരും സഭയ്ക്കകത്തുണ്ട്. അവർക്കും യാതൊരു രീതിയിലുള്ള വിമർശനങ്ങൾ VD സതീശൻ സർക്കാരിനോട് ഇല്ല എന്നുള്ളതാണ്. VD സതീശൻ സർക്കാർ പറയുന്നതൊക്കെ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ പല കാര്യങ്ങളുമാണ് എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ MLA പോലും പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ അറിയാമല്ലോ, അദ്ദേഹം അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം ഈ VD സതീശനുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾക്ക് പിന്തുണ അർപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ പോയി കണ്ട് പൂച്ചെണ്ട് കൊടുത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും വാർത്തയല്ല കേട്ടോ. അങ്ങനെ യു-ടേൺ അടികളുടെ വലിയൊരു മേളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒന്നും ഞങ്ങൾ താലോലിക്കില്ല എന്ന് പറഞ്ഞ VD സതീശൻ സത്യത്തിൽ എല്ലാത്തിനും വിപരീതമായി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, അദ്ദേഹത്തിന്റെ തന്നെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ എങ്ങനെയാണ് UDF ഭരണം നടത്തുന്നത്? NDA-യുടെ പിന്തുണയോടുകൂടി തന്നെയാണ്. ആ പിന്തുണ വേണ്ട എന്ന് വെക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ അത്തരത്തിൽ പല കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇത്തരം NDA മുന്നണികളുടെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടൊക്കെ കേരളത്തിൽ ഭരണം നടത്തുന്ന, കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ അവരെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് ഇത്തരം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ സത്യത്തിൽ നമുക്ക് കാണുമ്പോൾ ചിരി വന്നു പോകുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു നിലപാടുണ്ടോ എന്ന് വെച്ചാൽ നിലപാടുമില്ല, നിലവാരമുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവാരവും ഇല്ലാത്ത അവസ്ഥയാണ്. പണ്ടൊന്ന് ആലോചിച്ചു, നമ്മുടെ LDF സർക്കാർ ഭരിക്കുന്ന സമയത്തൊക്കെ ഇത്തരം വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു സംഘപരിവാർ ഇടപെടൽ സ്വാഭാവികമായും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ തീർച്ചയായും അതിനെ എതിർക്കുന്ന, അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെയും ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടിരുന്നത്, അല്ലെ? ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഗവർണർ പല വിഷയങ്ങളും ഇടപെടുകയാണ്. ഇവിടെ 2 സർക്കാരുകളാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ്. ഒന്ന് സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, 2 ബദൽ സർക്കാർ എന്ന രീതിയിൽ നമ്മുടെ ഗവർണറുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. അങ്ങനെ തോന്നിപ്പോവുകയാണ്. കാരണം മുഖ്യമന്ത്രി അറിയാതെ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് നടത്തുന്നു, അതുപോലെ തന്നെ പല ഉദ്യോഗസ്ഥർ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കേരളം ഭരിക്കുന്നത് BJP ആണോ എന്ന് പോലും പല കുഞ്ഞു പിള്ളേർ വരെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും VD സതീശൻ സർക്കാരിന്റെ ഈ കാലഘട്ടത്തിൽ യു-ടേൺ അടികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MP രാജേഷ് പറഞ്ഞതുപോലെ തന്നെ വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിലൊക്കെ പല വിഷയങ്ങളിലുമുള്ള മുട്ടിലിഴയലുകൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുമായിരിക്കും. എന്തായാലും ഇങ്ങനെയല്ല, ഇതല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും എന്ന് പറഞ്ഞു വെക്കുകയാണ്. BJP-ക്ക് ഇവിടെ ഒരു ഇടം കൊടുത്താൽ, സംഘപരിവാറിന് ഇവിടെ ഒരു ഇടം കൊടുത്താൽ അത് ഏത് രീതിയിൽ അത് വലിയ ദോഷമായി മാറുമെന്നൊക്കെ VD സതീശന് വഴിയേ മനസ്സിലായിക്കോളും. അവർ പതുങ്ങിയിരിക്കുകയാണ്. അവർ പതുങ്ങിയിരുന്ന് കേരളം പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. കളിപ്പാവയായി കൊടുത്താൽ വീണ്ടും പല സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ അവസ്ഥ അറിയാമല്ലോ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.